PSC ഫെബ്രുവരി കറന്റ് അഫയേഴ്സ് 2026 ഫെബ്രുവരി മാസത്തെ ദിവസേന ഉള്ള പ്രധാന സംഭവങ്ങൾ. ചോദ്യം 1. ശ്രീ ഗുരു രവിദാസ് ജി എയർപോർട്ട് ആദംപൂർ പഞ്ചാബ് എന്ന് പുനർനാമകരണം ചെയ്ത പഞ്ചാബിലെ എയർപോർട്ടിന്റെ പഴയ പേര്? ഉത്തരം ആദംപൂർ എയർപോർട്ട്. ചോദ്യം 2. നിലവിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം? ഉത്തരം 98. ചോദ്യം 3. 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി? ഉത്തരം ന്യൂഡൽഹി. ചോദ്യം 4. അടുത്തിടെ കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത്? ഉത്തരം കടലാക്രമണം. ചോദ്യം 5. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്? ഉത്തരം കാർലോസ് ആൽകാരസ്. ചോദ്യം 6. 2026 ഫെബ്രുവരിയിൽ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 25% നിന്ന് എത്ര ശതമാനമാക്കിയാണ് കുറച്ചത്? ഉത്തരം 18. ചോദ്യം 7. ലോക തണ്ണീർത്തട ദിനം? ഉത്തരം ഫെബ്രുവരി 2. ചോദ്യം 8. സംഗീത രംഗത്ത് ലോകത്തെ ഏറ്റവും വലിയ ബഹുമതിയായ 68ാമത് ഗ്രാമി പുരസ്കാര ചടങ്ങിൽ ഓഡിയോ ബുക്ക് നരേഷൻ, സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയത്? ഉത്തരം ദലൈലാമ. ചോദ്യം 9. 68ാമത് ഗ്രാമി പുരസ്കാരത്തിൽ ഏറ്റവും ഉന്നത പുരസ്കാരമായ ആൽബം ഓഫ് ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം പ്യൂർട്ടോറിക്കൻ താരം ബാഡ് ബണ്ണിയുടെ ഡെബിതിരാർ മാസ് ഫോട്ടോസ്. ചോദ്യം 10. സുഗമദർശനത്തിനായി ഫേസ് ആപ്പ് എന്ന ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കുന്ന കേരളത്തിലെ ക്ഷേത്രം? ഉത്തരം ഗുരുവായൂർ ക്ഷേത്രം. ചോദ്യം 11. ഇന്ത്യ ചൈന സംഘർഷവും അഗ്നിവീർ പദ്ധതിയുടെ വിശകലനവും ഉൾപ്പെടുന്ന 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം ജനറൽ MM നരവനെ. ചോദ്യം 12. രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത്? ഉത്തരം കോഴിക്കോട് ചേവായൂർ. ചോദ്യം 13. പ്രതിരോധ ഗവേഷണ വികസന മേഖലയിലെ സംഭാവനകൾ മാനിച്ച് 2024 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായത്? ഉത്തരം ഡോക്ടർ ടെസ്സി തോമസ്. ചോദ്യം 14. ഭൗമശാസ്ത്ര നോബൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രാഫോർഡ് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ? ഉത്തരം വീരഭദ്രൻ രാമനാഥൻ. ചോദ്യം 15. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ? ഉത്തരം SP വെങ്കിടേഷ്. ചോദ്യം 16. ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്ന സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് SFDR സാങ്കേതികവിദ്യയുടെ ഫ്ലൈറ്റ് ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയത്? ഉത്തരം DRDO. ചോദ്യം 17. ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഫെബ്രുവരി 4. ചോദ്യം 18. ഒരു വർഷത്തെ രാഷ്ട്രപതി ഭരണത്തിനു ശേഷം മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയായത്? ഉത്തരം യുംനാം കേംചന്ദ് സിംഗ്. ചോദ്യം 19. റോക്കറ്റിൽ ഇന്ധനച്ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് യാത്ര നീട്ടിവെച്ച നാസയുടെ ബഹിരാകാശ ദൗത്യം? ഉത്തരം ആർടെമിസ് 2. ചോദ്യം 20. ചരിത്രത്തിലാദ്യമായി സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി വാദിച്ച മുഖ്യമന്ത്രി? ഉത്തരം മമതാ ബാനർജി. ചോദ്യം 21. മാധ്യമമേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. ചോദ്യം 22. ഒരു ലോകകപ്പിൽ അരങ്ങേറ്റം കുറിക്കുന്ന ആദ്യത്തെ മലയാളി അമ്പയർ? ഉത്തരം KN അനന്തപത്മനാഭൻ. ചോദ്യം 23. ആഗോള സുസ്ഥിരതാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര പരിശോധന വിജയകരമായി പൂർത്തിയാക്കിയ യൂണിവേഴ്സിറ്റി? ഉത്തരം കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി. ചോദ്യം 24. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ? ഉത്തരം ഹ്യൂ ഗാൻസർ. ചോദ്യം 25. വനിതാ പ്രീമിയർ ലീഗിലെ ആദ്യ മലയാളി അമ്പയർ ആയത്? ഉത്തരം ടോണി ഇമ്മട്ടി. ചോദ്യം 26. അടുത്തിടെ കണ്ടെത്തിയ ഏകദേശം 146 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഭൂമിയോട് ഏറെ സാമ്യമുള്ള ഗ്രഹം? ഉത്തരം HD 1370110b. അകലം
146 പ്രകാശവർഷം. സവിശേഷതകൾ. ഇത് വലുപ്പത്തിലും ഭ്രമണപഥത്തിലും ഭൂമിയോട് ഏറെ സാമ്യമുള്ള ഒന്നാണ്. ഭൂമിയുടെ ഭ്രമണപഥത്തേക്കാൾ 6% മാത്രം വലുത്. ഒരു വർഷം ഏകദേശം 355 ദിവസങ്ങൾ. നാസയുടെ കെപ്ലർ ടെലിസ്കോപ്പിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്താണ് ശാസ്ത്രജ്ഞർ ഈ ഗ്രഹം കണ്ടെത്തിയത്. ചോദ്യം 27. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത ചിത്രം അപ്പോക്കലിപ്റ്റോയിലൂടെ ആഗോള ശ്രദ്ധ നേടിയ മെക്സിക്കൻ നടൻ. ഉത്തരം ഹെരാർഡോ തരാസേന. മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത അപ്പോക്കലിപ്റ്റോ 2006 എന്ന സിനിമയിലെ മിഡിൽ ഐ എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയത്. നാർക്കോസ് മെക്സിക്കോ എന്ന പ്രശസ്തമായ നെറ്റ്ഫ്ലിക്സ് പരമ്പരയിലും അദ്ദേഹം പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. ചോദ്യം 28. ഇന്ത്യയിലെ ആദ്യ LNG ഡീസൽ ഡെമു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത്. ഉത്തരം അഹമ്മദാബാദ്. ചോദ്യം 29. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിനായി സ്കൂൾ വിദ്യാർത്ഥികളെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതിയായ AI റെഡി സ്കൂൾ ക്യാമ്പയിൻ കേരളത്തിൽ ആരംഭിച്ചത്. ഉത്തരം റിലയൻസ് ജിയോ. ചോദ്യം 30. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം. ഉത്തരം മോട്ടു എന്ന ആനക്കുട്ടി. ചോദ്യം 31. രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ. ഉത്തരം കണ്ണൂർ റൂറലിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ. ചോദ്യം 32. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അടിസ്ഥാനത്തിലുള്ള റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം. ഉത്തരം ഭാരത് ടാക്സി. ചോദ്യം 33. ARY 2026 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകിരീടം നേടിയത്. ഉത്തരം ഇന്ത്യ. ചോദ്യം 34. ഓസ്ട്രേലിയയിലെ മോണാഷ് സർവകലാശാലയുടെ സഹകരണത്തോടെ അർബുദ ചികിത്സയ്ക്കായി രോഗപ്രതിരോധ കോശങ്ങൾ വികസിപ്പിച്ചത്. ഉത്തരം IIT ബോംബെ. ചോദ്യം 35. കേരള സർക്കാരിന്റെ ടാക്സി സർവീസായ കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസിഡർ. ഉത്തരം സഞ്ജു സാംസൺ. ചോദ്യം 36. DRDO വികസിപ്പിച്ച ആണവായുധവാഹശേഷിയുള്ള മധ്യദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി 3 പരിഷ്കരിച്ച പതിപ്പിന്റെ ദൂരപരിധി. ഉത്തരം 3000-3500 കിലോമീറ്റർ. ചോദ്യം 37. സർക്കാർ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും സ്പീച്ച് ടു ടെക്സ്റ്റ് ഏർപ്പെടുത്തി ഈ ഓഫീസ് പരിഷ്കരിച്ചത് കേന്ദ്ര സർക്കാർ വികസിപ്പിച്ച ഏതു സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയാണ്. ഉത്തരം AI ഭാഷിണി സാങ്കേതികവിദ്യ. ചോദ്യം 38. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ മലനിരയായ ഇടുക്കി ജില്ലയിലെ മീശപ്പുലിമലയിൽ നിന്ന് മലയാളി ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് സസ്യങ്ങൾ. ഉത്തരം ലിപ്സിയ മീശപ്പുലിമലയാന, ലിപ്സിയ ഇടുക്കിയാന. ചോദ്യം 39. അടുത്തിടെ കണ്ടെത്തിയ അപൂർവം ചില വാൽനക്ഷത്രങ്ങളുടെ കുടുംബമായ ക്രോയിസ്റ്റ് സൺഗ്രേസർ എന്ന ഫാമിലിയിലെ വാൽനക്ഷത്രം. ഉത്തരം സി. 2026 യുവാൻ മാപ്സ്. ചോദ്യം 40. രാജ്യത്ത് ക്രിക്കറ്റ് വിനായക പ്രതിഷ്ഠയുള്ള ക്ഷേത്രമുള്ളത് ഏത് സംസ്ഥാനത്താണ്. ഉത്തരം തമിഴ്നാട്. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ. ചോദ്യം 41. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം നൽകിയ പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരിയും ഫോട്ടോഗ്രാഫറുമായ വ്യക്തി. ഉത്തരം പെപിത സേത്ത്. ചോദ്യം 42. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ഡൽഹിയിലെ ആദ്യ മലയാളി MLA ആയിരുന്ന കോൺഗ്രസ് നേതാവ്. ഉത്തരം മീര ഭരദ്വാജ്. ചോദ്യം 43. 2026 ഗ്ലോബൽ സൈബർ പീസ് സമ്മിറ്റ് വേദി. ഉത്തരം ന്യൂഡൽഹി. ചോദ്യം 44. 2025 സ്വച്ഛത പക്വാദ പുരസ്കാരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള തുറമുഖമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം പാരാദ്വീപ് തുറമുഖം. ചോദ്യം 45. 2026 കുടുംബശ്രീ ആരംഭിച്ച ടേക്ക് എവേ കൗണ്ടറുകളുടെ പേര്. ഉത്തരം മീറ്റ് പോയിന്റ്. ചോദ്യം 46. 2026 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ. ഉത്തരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ചോദ്യം 47. 2026 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ രണ്ടാംഘട്ട സമാധാന ചർച്ചയ്ക്കു വേദിയായത്.
ഉത്തരം അബുദാബി. ചോദ്യം 48. AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ സജ്ജീകരിച്ച EMS സ്മൃതി മ്യൂസിയം നിലവിൽ വന്നത്? ഉത്തരം കേരള നിയമസഭ. ചോദ്യം 49. സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങളടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഗോവ. ചോദ്യം 50. 2026 ഗ്ലോബൽ ടീച്ചർ പ്രൈസ് നേടിയ ഇന്ത്യൻ അധ്യാപിക? ഉത്തരം റൂബിൾ നാഗി. ചോദ്യം 51. 25ാമത് വിന്റർ ഒളിമ്പിക്സിന് 2026 ആതിഥേയത്വം വഹിക്കുന്ന ഇറ്റാലിയൻ നഗരങ്ങൾ? ഉത്തരം മിലാൻ, കോർട്ടീന ദാംബസോ. ചോദ്യം 52. കേരള യുവജന കമ്മീഷന്റെ 2025-2026 യൂത്ത് ഐക്കൺ അവാർഡ് നേടിയത്? ഉത്തരം കല്യാണി പ്രിയദർശൻ, കല, സാംസ്കാരിക വിഭാഗം. നിലീന അത്തോളി, മാധ്യമരംഗം. വിമൽ ഗോവിന്ദ്, വ്യവസായം, സംരംഭകത്വം. ആർ വിഷ്ണുരാജ്, കാർഷികരംഗം. അമൽ പിരപ്പൻകോട്, സാഹിത്യം. പി മുഹമ്മദ് അഫ്സൽ, കായികരംഗം. ചോദ്യം 53. 2047 എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന പദ്ധതിയുടെ ഭാഗമായി 100% ഇൻഷുറൻസ് പരിരക്ഷ കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല? ഉത്തരം അൽവാർ, രാജസ്ഥാൻ. ചോദ്യം 54. ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോമിമെറ്റിക് AI റോബോട്ട്? ഉത്തരം മോയ. ചോദ്യം 55. പ്രഥമ PK റോസി ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം പ്രശാന്ത് ഈഴവൻ. ചോദ്യം 56. കേരളത്തിലെ വിദ്യാർത്ഥികളിൽ റോഡ് സുരക്ഷാ സംസ്കാരം വളർത്തിയെടുക്കാൻ ഗതാഗത വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി? ഉത്തരം റോഡ് സേഫ്റ്റി കേഡറ്റ്. ചോദ്യം 57. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണ വിവരങ്ങളും വിവിധ ചികിത്സാ പദ്ധതികളും അറിയാൻ കേരളം ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പർ? ഉത്തരം 104. ചോദ്യം 58. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിന്റെ 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം മലയിൻകീഴ് ഗോപാലകൃഷ്ണൻ. ചോദ്യം 59. ജമ്മു കശ്മീരിലെ ഉദ്ധംപൂരിൽ ഭീകരരെ അമർച്ച ചെയ്യാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യം? ഉത്തരം ഓപ്പറേഷൻ കിയ. ചോദ്യം 60. വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി മുതൽ സാങ്കേതിക പരിശീലനം വരെ ഒരു കുടക്കീഴിൽ ഒരുക്കുന്നതിനായി എയ്റോ പാർക്ക് ആരംഭിക്കുന്ന വിമാനത്താവളം? ഉത്തരം കൊച്ചി ഇന്റർനാഷണൽ വിമാനത്താവളം. ചോദ്യം 61. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ലോകമെമ്പാടുമുള്ള മലയാളി അക്കാദമിക് വിദഗ്ധരുമായി ബന്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം? ഉത്തരം സ്കോളാർ കണക്ട്. ചോദ്യം 62. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചിത്രങ്ങൾ ബഹിരാകാശത്തുവച്ചു പകർത്തിയ ആദ്യ ഇന്ത്യൻ സ്വകാര്യ ഉപഗ്രഹം? ഉത്തരം അസിസ്റ്റ BST എയ്റോസ്പേസ്. ചോദ്യം 63. കേരളത്തിൽ ആദ്യമായി കാഴ്ചവൈകല്യമുള്ള വനിതാ ജഡ്ജിയാകാൻ പോകുന്ന വ്യക്തി? ഉത്തരം താന്യ നാഥൻ സി. ചോദ്യം 64. കേരളത്തിലെ ആദ്യ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഉത്തരം മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. ചോദ്യം 65. 2026 സാഫ് അണ്ടർ-19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം? ഉത്തരം ഇന്ത്യ. ചോദ്യം 66. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി? ഉത്തരം അക്ഷരം ആരോഗ്യം. ചോദ്യം 67. വേൾഡ് പൾസേഴ്സ് ഡേ? ഉത്തരം ഫെബ്രുവരി 10. ചോദ്യം 68. 2026 സന്തോഷ് ട്രോഫി ടൂർണമെന്റ് കിരീട ജേതാക്കൾ? ഉത്തരം സർവീസസ്. ചോദ്യം 69. ഇന്ത്യയിലാദ്യമായി ഓൺലൈൻ വോട്ടിംഗ് പ്രതിജ്ഞ പോർട്ടൽ തയ്യാറാക്കിയ ജില്ലാ ഭരണകൂടം? ഉത്തരം കോട്ടയം. ചോദ്യം 70. ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ ലാൻഡിംഗ് സൈറ്റായി നിശ്ചയിക്കപ്പെട്ട ചന്ദ്രനിലെ പർവ്വതനിര? ഉത്തരം മോൺസ് മൗണ്ടൻ. ചോദ്യം 71. കിൻഫ്രയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ ഗ്ലോബൽ ഗോൾഡ് സിറ്റി നിലവിൽ വരുന്നത്? ഉത്തരം മട്ടന്നൂർ, കണ്ണൂർ. ചോദ്യം 72. ഇന്ത്യയിലെ ആദ്യ റെയർ എർത്ത് മെറ്റൽസ് ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്നത്?
ഉത്തരം നാഗ്പൂർ. ചോദ്യം 73. സെമികണ്ടക്ടർ, AI ഇൻഫ്രാസ്ട്രക്ചർ, സിലിക്കൺ സപ്ലൈ ചെയിൻ മേഖലകളിൽ ആധിപത്യം ഉറപ്പിക്കാൻ അമേരിക്ക നേതൃത്വം നൽകുന്ന ആഗോള സഖ്യം. ഉത്തരം പാക്സ് സിലിക്ക. ചോദ്യം 74. സംസ്ഥാന സർക്കാർ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ. ഉത്തരം നമ്മുടെ കേരളം. ചോദ്യം 75. കേരള വന നിയമം 1961 ഭേദഗതി ചെയ്തുകൊണ്ടുള്ള 2025 കേരളം വന ഭേദഗതി നിയമം നിലവിൽ വന്നത്. ഉത്തരം 2026 ഫെബ്രുവരി 9. ചോദ്യം 76. SSLC ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പരീക്ഷ സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന ടോൾ ഫ്രീ സഹായകേന്ദ്രം. ഉത്തരം വി ഹെൽപ്പ്. ചോദ്യം 77. കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത്. ഉത്തരം പുതുപ്പണം, കോഴിക്കോട്. ചോദ്യം 78. ഇന്ത്യയിലെ ആദ്യത്തെ LNG ഡീസൽ ഡെമു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചതെവിടെ. ഉത്തരം അഹമ്മദാബാദ്. ചോദ്യം 79. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത ധനസഹായ പദ്ധതി. ഉത്തരം രക്ഷാകവചം പദ്ധതി. ചോദ്യം 80. ദേശീയഗീതമായ വന്ദേമാതരം രാഷ്ട്രപതിയും ഗവർണർമാരും പങ്കെടുക്കുന്ന സർക്കാർ ചടങ്ങുകളിൽ ആലപിക്കാൻ നിർദ്ദേശിച്ച് ഉത്തരവിറക്കിയത്. ഉത്തരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ചോദ്യം 81. 2026 ഫെബ്രുവരിയിൽ വിപണിമൂല്യത്തിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടിസ്ഥാനത്തിൽ TCS മറികടന്ന് ഇന്ത്യയിലെ 4ാമത്തെ വലിയ കമ്പനിയായി മാറിയത്. ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI. ചോദ്യം 82. ലഡാക്കിന് സംസ്ഥാന പദവിയും 6ാം ഷെഡ്യൂൾ പദവിയും ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളെ തുടർന്ന് 2025 സെപ്റ്റംബർ 26 മുതൽ തടങ്കലിലായ വ്യക്തി ആര്. ഉത്തരം സോനം വാങ്ചക്. ചോദ്യം 83. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് ഉദ്ഘാടനം ചെയ്തത്. ഉത്തരം മുംബൈ കോസ്റ്റൽ റോഡ്. ചോദ്യം 84. പട്ടികജാതി പിന്നാക്ക വിഭാഗങ്ങൾ, സഫായി കർമ്മചാരികൾ എന്നിവർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര പദ്ധതി. ഉത്തരം PM സൂരജ്. പ്രധാൻ മന്ത്രി സമാജക് ഉത്ഥാൻ ഏവം റോസ്ഗാർ. ചോദ്യം 85. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ അനലോഗ് ആസ്ട്രോനോട്ട് ആയി മാറിയത്. ഉത്തരം ആദിത്യ പാണ്ഡെ, 17 വയസ്സ്. ചോദ്യം 86. ജമ്മു കശ്മീരിലെ ഏത് നദിയിലാണ് 5129 കോടി രൂപ ചിലവിൽ സാവൽകോട്ട് മെഗാ ഡാം പദ്ധതി ഇന്ത്യ നിർമ്മിക്കുന്നത്. ഉത്തരം ചെനാബ്. ചോദ്യം 87. ലോക റേഡിയോ ദിനം. ഉത്തരം ഫെബ്രുവരി 13. ചോദ്യം 88. ദേശീയ വനിതാ ദിനം. ഉത്തരം ഫെബ്രുവരി 13. ചോദ്യം 89. പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ആർട്ടിക് സെന്ററി എന്ന പേരിൽ പുതിയ ആർട്ടിക് ദൗത്യം ആരംഭിച്ച സംഘടന. ഉത്തരം നാറ്റോ. ചോദ്യം 90. കേരളത്തിലെ തരിശുഭൂമികൾ കാർഷിക സമൃദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കൃഷിവകുപ്പ് ലോകബാങ്ക് സഹായത്തോടെ കേര പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച നൂതന പദ്ധതി. ഉത്തരം നവോദൻ. ചോദ്യം 91. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. ഉത്തരം ആലിൻ ഷെറിൻ എബ്രഹാം. 10 മാസം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. കോട്ടയം മല്ലപ്പള്ളി സ്വദേശികളായ എബ്രഹാം അലക്സാണ്ടർ, ഷെറിൻ ദമ്പതികളുടെ മകളായിരുന്നു ആലിൻ. ചോദ്യം 92. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഫുള്ളി സോളാർ ജലഗതാഗത സ്റ്റേഷനായി മാറുന്നത്. ഉത്തരം വൈക്കം. ചോദ്യം 93. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ആണവോർജ്ജ കമ്പനി. ഉത്തരം അദാനി ആറ്റോമിക് എനർജി ലിമിറ്റഡ് AEL. ചോദ്യം 94. 2026 ഫെബ്രുവരിയിൽ വാട്സാപ്പിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം. ഉത്തരം റഷ്യ. ചോദ്യം 95. 2026 ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയം. ഉത്തരം റേഡിയോ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI is a tool, not a voice. ചോദ്യം 96. 2026 ബംഗ്ലാദേശ് പൊതുതിരഞ്ഞെടുപ്പിൽ
നിർണായക വിജയം നേടി 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തിയ പാർട്ടി? ഉത്തരം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ചോദ്യം 97. 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന രാജ്യത്തെ പ്രഥമ ഉത്തരവാദിത്ത ടൂറിസം മേളയുടെ വേദി? ഉത്തരം തിരുവനന്തപുരം. ചോദ്യം 98. സഹകരണ ബാങ്കിംഗ് രംഗത്തെ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അസിസ്റ്റന്റ്? ഉത്തരം ചങ്ങായി. ചോദ്യം 99. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് CPI 2025 ഇന്ത്യയുടെ റാങ്ക്? ഉത്തരം 91. ഒന്നാം സ്ഥാനം ഡെൻമാർക്ക്. ചോദ്യം 100. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള 10 ലക്ഷം സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി? ഉത്തരം സ്ത്രീ സുരക്ഷാ പദ്ധതി. ചോദ്യം 101. ആഫ്രിക്കയിൽ ഏറ്റവും ഉയരം കൂടിയ പോയിന്റായ ഉഹുരു കൊടുമുടി കിളിമാഞ്ചാരോ റെക്കോർഡ് വേഗത്തിൽ ഒറ്റയ്ക്ക് കീഴടക്കിയ ഇന്ത്യൻ വനിത? ഉത്തരം ജ്യോതി ശർമ്മ. ചോദ്യം 102. കേരള ടൂറിസത്തിന്റെ 2026 നിശാഗന്ധി പുരസ്കാരം നേടിയ മണിപ്പൂരി നർത്തകി? ഉത്തരം ദർശന ജാവേരി. ചോദ്യം 103. 2026 ജനുവരിയിൽ ഉഗാണ്ടയുടെ പ്രസിഡന്റായി 6ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? ഉത്തരം യോവേരി മുസേവേനി. ചോദ്യം 104. കേരളത്തിലെ അണക്കെട്ടിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലം? ഉത്തരം കുമ്പിച്ചൽ കടവ് പാലം. ചോദ്യം 105. കേരളത്തിലെ വ്യവസായ മേഖലയെ പൂർണ്ണമായും അപകടരഹിതമാക്കി വിഷൻ സീറോ എന്ന ലക്ഷ്യം കൈവരിക്കാൻ തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതി? ഉത്തരം KSAFE, കേരള സ്പേഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ ഫാക്ടറി എൻഫോഴ്സ്മെന്റ്. ചോദ്യം 106. കാൾ മാർക്സിന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം? ഉത്തരം ചെന്നൈ. ചോദ്യം 107. റോഡ് അപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ക്യാഷ്ലെസ് ചികിത്സാ പദ്ധതി? ഉത്തരം PM റാഹത്ത്. ചോദ്യം 108. 2026 ഫെബ്രുവരിയിൽ സ്വയം ജാതിരഹിതമായി പ്രഖ്യാപിച്ച ഗ്രാമം? ഉത്തരം സൗന്ദല, മഹാരാഷ്ട്ര. ചോദ്യം 109. വാട്സാപ്പിന് പകരമായി ഉപയോഗിക്കാൻ റഷ്യൻ സർക്കാർ തദ്ദേശീയമായി നിർദ്ദേശിച്ച ഒഫീഷ്യൽ മെസ്സഞ്ചർ ആപ്പ്? ഉത്തരം മാക്സ്. ചോദ്യം 110. 2012 പകരം ഇന്ത്യയിലെ ഉപഭോക്തൃ വില സൂചികയുടെ പുതിയ അടിസ്ഥാന വർഷമായി നിശ്ചയിക്കപ്പെട്ടത്? ഉത്തരം 2024. ചോദ്യം 111. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ELF നിലവിൽ വന്നത്? ഉത്തരം ദിബ്രുഗഡ്, അസം. ചോദ്യം 112. 2026 ഫയർ ഫ്രീസ്റ്റൈലിൽ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം? ഉത്തരം ജർമ്മനി. ചോദ്യം 113. റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിയായ റുപ്പി ഉപയോഗിച്ച് പൊതുവിതരണ സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. ചോദ്യം 114. ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപം? ഉത്തരം പാവക്കഥകളി. ചോദ്യം 115. ഇന്ത്യയിലെ ആദ്യ പശു പൈതൃക മ്യൂസിയം നിലവിൽ വരുന്നത്? ഉത്തരം മധുര, ഉത്തർപ്രദേശ്. ചോദ്യം 116. കേരളത്തിലെ 6 ലക്ഷം രക്ഷിതാക്കൾക്ക് നിർമ്മിത ബുദ്ധിയിൽ AI അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെ കൈറ്റ് നടപ്പിലാക്കുന്ന സമഗ്ര പരിശീലന പദ്ധതി? ഉത്തരം സർവം AI മയം. ചോദ്യം 117. MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി AI പവേർഡ് ഫേസ് റെക്കഗ്നിഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ? ഉത്തരം ആന്ധ്രാപ്രദേശ്. ചോദ്യം 118. ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ഡ്രോൺ റൺവേ നിലവിൽ വരുന്നത്? ഉത്തരം മീററ്റ്, ഉത്തർപ്രദേശ്. ചോദ്യം 119. മഹാത്മാ അവാർഡ് 2024, 2025? ഉത്തരം പെരുങ്കടവിള, 1ാം സ്ഥാനം. ചിറയിൻകീഴ്, 2ാം സ്ഥാനം. നേമം, 3ാം സ്ഥാനം. ചോദ്യം 120. മഹാത്മാ അവാർഡ് 2024, 2025 ഗ്രാമപഞ്ചായത്ത് വിഭാഗം? എടവക, വയനാട്, 1ാം സ്ഥാനം.
കള്ളിക്കാട് തിരുവനന്തപുരം 2ാം സ്ഥാനം. പെരുങ്കടവിള തിരുവനന്തപുരം 3ാം സ്ഥാനം. ചോദ്യം 121. ലൈഫ് മിഷൻ പുരസ്കാരം 2024-2025. ഉത്തരം ഗ്രാമപഞ്ചായത്ത് വിഭാഗം, ചേർത്തല തെക്ക്, ആലപ്പുഴ 1ാം സ്ഥാനം. കൊപ്പം പാലക്കാട് 2ാം സ്ഥാനം. ചോദ്യം 122. ലൈഫ് മിഷൻ പുരസ്കാരം 2024-2025. നഗരസഭ വിഭാഗം, ആലപ്പുഴ 1ാം സ്ഥാനം. തിരുവനന്തപുരം 2ാം സ്ഥാനം. ചോദ്യം 123. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നഗരം 2024-2025. മുനിസിപ്പാലിറ്റി വിഭാഗം, ഷൊർണൂർ പാലക്കാട് 1ാം സ്ഥാനം. താനൂർ മലപ്പുറം 2ാം സ്ഥാനം. ചോദ്യം 124. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നഗരം 2024-2025. കോർപ്പറേഷൻ വിഭാഗം, കൊല്ലം 1ാം സ്ഥാനം. ചോദ്യം 125. സ്വരാജ് ട്രോഫി പുരസ്കാരം 2024-25. മികച്ച ഗ്രാമപഞ്ചായത്ത്, ഉഴമലക്കൽ തിരുവനന്തപുരം 1ാം സ്ഥാനം. ഇളവള്ളി തൃശൂർ 2ാം സ്ഥാനം. മണിയൂർ കോഴിക്കോട് 3ാം സ്ഥാനം. ചോദ്യം 126. സ്വരാജ് ട്രോഫി പുരസ്കാരം 2024-25. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, നേമം തിരുവനന്തപുരം 1ാം സ്ഥാനം. കൊടകര തൃശൂർ 2ാം സ്ഥാനം. പെരുമ്പടപ്പ് മലപ്പുറം ആൻഡ് ഉഴവൂർ കോട്ടയം 3ാം സ്ഥാനം. ചോദ്യം 127. സ്വരാജ് ട്രോഫി പുരസ്കാരം 2024-25. മികച്ച ജില്ലാ പഞ്ചായത്ത്, കൊല്ലം 1ാം സ്ഥാനം. കണ്ണൂർ 2ാം സ്ഥാനം. ചോദ്യം 128. സ്വരാജ് ട്രോഫി പുരസ്കാരം 2024-25. മികച്ച കോർപ്പറേഷൻ, തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ. ചോദ്യം 129. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആദ്യമായി ഹെമറ്റോളജി വിഭാഗത്തിന് തുടക്കം കുറിച്ച പ്രശസ്ത ഡോക്ടർ. ഉത്തരം ഡോക്ടർ കെ.എ. സലിം. ചോദ്യം 130. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ നിർമ്മാണശാല. ഉത്തരം വെമ്മകൽ, കർണാടക. ചോദ്യം 131. ഇന്ത്യയിൽ ആദ്യമായി നഗരനയം അംഗീകരിച്ച സംസ്ഥാനം. ഉത്തരം കേരളം. ചോദ്യം 132. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് കം റെയിൽ ടണൽ നിർമ്മിക്കുന്ന നദി. ഉത്തരം ബ്രഹ്മപുത്ര. ചോദ്യം 133. ലോസ് ഏഞ്ചൽസിലെ അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രം. ഉത്തരം ബ്രഹ്മയുഗം. ചോദ്യം 134. നിലവിലുള്ള UTS ആപ്പിന് പകരമായി ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി ഇന്ത്യൻ റെയിൽവേ പുതിയതായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഉത്തരം റെയിൽ വൺ. ചോദ്യം 135. പരീക്ഷക്കാലത്ത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പഠനസഹായത്തിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതികൾ. ഉത്തരം ചിരി ഹോപ്പ്. ചോദ്യം 136. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ബ്രഹ്മപുരത്ത് സ്ഥാപിക്കുന്ന 500 മെഗാവാട്ട് സംഭരണശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അറിയപ്പെടുന്നത്. ഉത്തരം ബേസിൻ. ചോദ്യം 137. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ. ഉത്തരം വൈക്കം. ചോദ്യം 138. 2026 ഫെബ്രുവരിയിൽ വിശാഖപട്ടണത്ത് ബംഗാൾ ഉൾക്കടലിൽ അരങ്ങേറുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര നാവികാഭ്യാസ പ്രകടനം. ഉത്തരം മിലൻ 2026. ചോദ്യം 139. 2025 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്. ഉത്തരം സ്മൃതി മന്ദാന. ചോദ്യം 140. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിനായി ഗൂഗിൾ നടപ്പിലാക്കുന്ന സമുദ്രത്തിനടിയിലുള്ള കേബിൾ ശൃംഖല. ഉത്തരം അമേരിക്ക ഇന്ത്യ കണക്ട്. ചോദ്യം 141. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ഇന്ത്യ ഡയബറ്റിസും ICMR ഇന്ത്യ ബി ചേർന്ന് നടത്തിയ സർവേ പ്രകാരം കുടവയറുള്ളവരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം.
ഉത്തരം കേരളം 58.2%. ചോദ്യം 142. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ. ഉത്തരം ഉയരെ. ലിംഗനീതി ഉറപ്പാക്കുന്നതിനായുള്ള ജെൻഡർ ക്യാമ്പയിൻ ആണിത്. ചോദ്യം 143. 2025, 2026 ഗ്ലോബൽ വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം. ഉത്തരം ഡെൻമാർക്ക്. ഇന്ത്യയുടെ റാങ്ക് 131. ചോദ്യം 144. ലോക സാമൂഹ്യനീതി ദിനം. ഉത്തരം ഫെബ്രുവരി 20. ചോദ്യം 145. 67 വർഷത്തെ കാത്തിരിപ്പിനു വിരാമമിട്ട് 2025, 2026 സീസൺ രഞ്ജി ട്രോഫി ഫൈനലിൽ പ്രവേശിച്ച ടീം. ഉത്തരം ജമ്മു കാശ്മീർ. ചോദ്യം 146. അടുത്തിടെ അന്തരിച്ച താമരക്കുടി കരുണാകരൻ ഏതു നിലയിൽ പ്രശസ്തനാണ്? ഉത്തരം ഓട്ടൻതുള്ളൽ. ചോദ്യം 147. ഉത്തർപ്രദേശിൽ പ്രവർത്തനമാരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ്. ഉത്തരം മീററ്റ് മെട്രോ. പരമാവധി വേഗത 120 km/h. ചോദ്യം 148. കേരള സ്പോർട്സ് കൗൺസിലിന്റെ 2024-2025 വർഷത്തെ GV രാജ അവാർഡിന് അർഹരായത്. ഉത്തരം മുഹമ്മദ് അഫ്സൽ അത്ലറ്റിക്സ്. PK ഐശ്വര്യ നെറ്റ്ബോൾ. ചോദ്യം 149. നിർമ്മിതബുദ്ധി ഗുണഫലങ്ങൾ സമൂഹത്തിലെ എല്ലാ തട്ടുകളിലും എത്തിക്കുന്നതിനായി AI ഇംപാക്ട് സമ്മിറ്റ് 2026 നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഇന്ത്യൻ ദർശനമായ മാനവിന്റെ പൂർണ്ണരൂപം. ആൻസർ M. Moral and Ethical Systems. E. Accountable Governance. N. National Sovereignty. E. Accessible and Inclusive. V. Valid and Legitimate. ചോദ്യം 150. കുട്ടനാടൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ക്രൂയിസ് ബോട്ട്. ഉത്തരം ഇന്ദ്ര. ചോദ്യം 151. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന നേട്ടം കൈവരിച്ചത്. ഉത്തരം ഹർമൻപ്രീത് കൗർ. ചോദ്യം 152. ദേശീയ പാതയോരങ്ങളിൽ തേനീച്ചകൾക്കു സുരക്ഷിത ആവാസവ്യവസ്ഥയും ഭക്ഷ്യലഭ്യതയും ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റി നടപ്പിലാക്കുന്ന പദ്ധതി. ഉത്തരം ബി കോറിഡോർസ്. ചോദ്യം 153. വിമാനയാത്രികർക്കു മിതമായ നിരക്കിൽ ഭക്ഷണപാനീയങ്ങൾ നൽകുന്ന ഉഡാൻ യാത്രി കഫേ പദ്ധതി കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം. ഉത്തരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ചോദ്യം 154. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച കേരളത്തിലെ പ്രമുഖ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും പ്രഥമ കേരളപ്രഭ പുരസ്കാര ജേതാവുമായ വ്യക്തി. ഉത്തരം ഡി മാധവമേനോൻ. ചോദ്യം 155. ഇന്ത്യയിലെ ആദ്യത്തെ ESIC ആയുർവേദ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത്. ഉത്തരം ഏഴുകോൺ കൊല്ലം. ചോദ്യം 156. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ശങ്കർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ബംഗാളി സാഹിത്യകാരൻ. ഉത്തരം മണിശങ്കർ മുഖോപാധ്യായ. ചോദ്യം 157. കേരള ആരോഗ്യ വകുപ്പിന് കീഴിൽ ആദ്യത്തെ ട്രൈബൽ ഹബ്ബ് ട്രൈബൽ മൾട്ടിപർപ്പസ് സജ്ജമാക്കുന്നത്. ഉത്തരം വാളംതോട് മലപ്പുറം. 158. 2026 ഫെബ്രുവരിയിൽ കേരള സർക്കാർ നിയമിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ. ഉത്തരം ഡോക്ടർ VP ജോയ്, മുൻ ചീഫ് സെക്രട്ടറി. 159. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ ചിത്രം. ഉത്തരം വൂങ്. മണിപ്പൂരി ചിത്രം. സംവിധാനം ലക്ഷ്മിപ്രിയ ദേവി. ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം വിഭാഗത്തിലാണ് നേട്ടം. ചോദ്യം 160. ഇന്ത്യയിലെ ആദ്യ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമായ നാമോഭാരത് റെയിൽ ഇടനാഴി ആരംഭിച്ച റൂട്ട്. ഉത്തരം ഡൽഹി മീററ്റ്. ചോദ്യം 161. 25ാമത് വിന്റർ ഒളിമ്പിക്സ് 2026 18 സ്വർണം ഉൾപ്പെടെ 41 മെഡലുകൾ നേടി ജേതാക്കളായ രാജ്യം. ഉത്തരം നോർവേ. 2ാം സ്ഥാനം USA. 3ാം സ്ഥാനം നെതർലൻഡ്സ്. വേദി ഇറ്റലി. ചോദ്യം 162.
2026 ഫെബ്രുവരിയിൽ സി രാജഗോപാലാചാരിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട സ്ഥലം? ഉത്തരം രാഷ്ട്രപതി ഭവൻ. ചോദ്യം 163. ഇന്ത്യ ഡച്ച് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം? ഉത്തരം നിള ഹെറിറ്റേജ് മ്യൂസിയം, പൊന്നാനി. ചോദ്യം 164. രാജ്യത്ത് പട്ടാള നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചെന്ന കുറ്റത്തിന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ദക്ഷിണ കൊറിയയുടെ മുൻ പ്രസിഡന്റ്? ഉത്തരം യൂൻ സുക്-യോൾ. ചോദ്യം 165. 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീട ജേതാവ്? ഉത്തരം കാർലോസ് അൽക്കാരസ്. ചോദ്യം 166. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ആദ്യ വുമൺ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി നേടിയത്? ഉത്തരം അർഷിയ ദാസ്, ത്രിപുര. ചോദ്യം 167. 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമെന്ന നേട്ടം കൈവരിച്ചത്? ഉത്തരം ബീഹാർ. ചോദ്യം 168. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ക്രൂ മോഡ്യൂളിന്റെ സുരക്ഷിതമായ തിരിച്ചിറക്കത്തിന് സഹായിക്കുന്ന ഡ്രോഗ് പാരഷൂട്ട് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്? ഉത്തരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, VSSC. ചോദ്യം 169. കേരള തീരത്തെ കള്ളക്കടലിനെ സ്വെൽ സർജ് കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനായി ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് ഇൻകോയ്സ് വികസിപ്പിച്ച സംവിധാനം? ഉത്തരം സിവാസ്. ചോദ്യം 170. 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡ്സിൽ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയത്? ഉത്തരം മമ്മൂട്ടി. ചോദ്യം 171. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2025 ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ മികച്ച നോവൽ, കഥ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത്? ഉത്തരം ശ്രീജിത്ത് മൂത്തേടത്ത്, കഥ, പെൻഗ്വിനുകളുടെ വൻകരയിൽ. ചോദ്യം 172. ടെറ്റനസ്, അഡൾട്ട്, ഡിഫ്തീരിയ എന്നീ രോഗങ്ങൾക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ വാക്സിൻ? ഉത്തരം TD വാക്സിൻ. ചോദ്യം 173. കൈറ്റ് വികസിപ്പിച്ചെടുത്ത തമിഴ്, കന്നഡ ഭാഷകളിലെ വിദ്യാഭ്യാസ ഉള്ളടക്കങ്ങൾ അടുത്തിടെ ഉൾപ്പെടുത്തിയ ആഗോള സ്വതന്ത്ര വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ? ഉത്തരം G-കോംബ്രിസ്. ചോദ്യം 174. 2026 ജനുവരിയിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയ K-സ്മാർട്ട് വഴിയുള്ള സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നാമതെത്തിയ ജില്ല? ഉത്തരം മലപ്പുറം. 2ാം സ്ഥാനം എറണാകുളം. 3ാം സ്ഥാനം തിരുവനന്തപുരം. ചോദ്യം 175. 3000 കോടി രൂപ ചെലവിൽ 6 LNG ഡ്യുവൽ ഫീഡർ കപ്പൽ നിർമ്മിക്കാൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഏത് രാജ്യത്തെ കമ്പനിയിൽ നിന്നുമാണ് കരാർ നേടിയത്? ഉത്തരം ഫ്രാൻസ്. ചോദ്യം 176. കേരളത്തിൽ ആദ്യത്തെ ഇന്റർനാഷണൽ റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ IRI സ്ഥാപിതമാകുന്നത്? ഉത്തരം കല്യാട്, കണ്ണൂർ. ചോദ്യം 177. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ആന്റി സബ്മറൈൻ വാർഫെയർ ശേഷിയുള്ള തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ? ഉത്തരം INS അഞ്ചദ്വീപ്. ചോദ്യം 178. ഭീകരവാദത്തെ നേരിടുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ കർമ്മപദ്ധതി? ഉത്തരം പ്രഹാർ. P പ്രിവെൻഷൻ പ്രതിരോധം. R റെസ്പോൺസസ് പ്രതികരണം. E അഗ്രിഗേറ്റിംഗ് ഏകോപനം. H ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം. E അറ്റന്യുവേറ്റിംഗ് ലഘൂകരിക്കൽ. E അലൈനിംഗ് അണിനിരത്തൽ. R റിക്കവറി അതിജീവനം. ചോദ്യം 179. രാസലഹരി ഉപയോഗം, MDMA, മെത്താംഫെറ്റമിൻ തുടങ്ങിയവ ഉമിനീരിലൂടെ വേഗത്തിൽ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയ അത്യാധുനിക അനലൈസർ? ഉത്തരം സോടോക്സ അനലൈസർ, സോടോക്സ. ചോദ്യം 180. പിന്നോക്ക വിഭാഗങ്ങളിലെ സ്ത്രീ സംരംഭകർക്കായി പ്രതിവർഷം 5% പലിശയ്ക്ക് 2 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി? ഉത്തരം ന്യൂ സ്വർണിമ പദ്ധതി. ചോദ്യം 181. സ്ത്രീകൾക്ക് രാത്രിസമയങ്ങളിൽ സുരക്ഷിതമായും സ്വതന്ത്രമായും സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി? ഉത്തരം നിർഭയ നിശ. ചോദ്യം 182.
ഇന്ത്യ USA സ്പെഷ്യൽ ഫോഴ്സുകളുടെ 16ാമത് സൈനികാഭ്യാസമായ വജ്രപ്രഹാർ 2026ന്റെ വേദി. ഉത്തരം ബാക്ലോ, ഹിമാചൽ പ്രദേശ്. ചോദ്യം 183. 2026 വനിതാ ഏഷ്യാകപ്പ് റൈസിംഗ് സ്റ്റാർസ് ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ. ഉത്തരം ഇന്ത്യ. ചോദ്യം 184. 79ാമത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ് 2026 മികച്ച ചിത്രം. ഉത്തരം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച നടൻ റോബോർട്ട് അരാമയോ, ഐ സ്വെയർ. മികച്ച സംവിധാനം പോൾ തോമസ് ആൻഡേഴ്സൺ. മികച്ച നടി ജെസ്സി ബക്ലി, ഹാംനെറ്റ്. മികച്ച തിരക്കഥ റയാൻ കുഗ്ലർ, സിംനെയിൽസ്. മികച്ച അനിമേഷൻ ചിത്രം സൂട്ടോപ്പിയ 2. മികച്ച വിദേശ ചിത്രം സെന്റിമെന്റൽ വാല്യൂ, നോർവേ. ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫൺ, ബൂം ഇന്ത്യ. ചോദ്യം 185. 2026 ഫെബ്രുവരിയിൽ നീതി ആയോഗിന്റെ ഇടക്കാല CEO ആയി നിയമിതനായത്. ഉത്തരം നിധി ഛെബ്ബർ. ചോദ്യം 186. ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന സൗജന്യ ഗർഭാശയ ക്യാൻസർ വാക്സിൻ. ഉത്തരം ഗാർഡാസിൽ. ചോദ്യം 187. 2027 AI ഇംപാക്ട് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. ഉത്തരം ജനീവ, സ്വിറ്റ്സർലൻഡ്. ചോദ്യം 188. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്താൻ സർക്കാർ കുടുംബശ്രീയിലൂടെ നടപ്പാക്കുന്ന ക്യാമ്പയിൻ. ഉത്തരം ഉയരെ. ചോദ്യം 189. ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. ചോദ്യം 190. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം 2026 ഫെബ്രുവരി 24 പേരുമാറ്റത്തിന് കേന്ദ്രാനുമതി ലഭിച്ച സംസ്ഥാനം. ഉത്തരം കേരളം. കേരള എന്ന ഔദ്യോഗിക നാമം കേരളം എന്നാക്കും. ചോദ്യം 191. ലക്ഷദ്വീപിലും മിനിക്കോയ് ദ്വീപ സമൂഹത്തിലുമായി ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്തിന്റെ സദേൺ എയർ കമാൻഡ് നേതൃത്വത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും സായുധസേന സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഡിവിഷനും ചേർന്ന് നടത്തിയ സംയുക്ത സമുദ്രാഭ്യാസം. ഉത്തരം കളരിലീപ്പ്. ചോദ്യം 192. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ബാസ് ഉപയോഗിച്ച് വൈദ്യുതി സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. ഉത്തരം പെരിഞ്ഞനം, തൃശൂർ ജില്ല. ചോദ്യം 193. 150ലധികം സർക്കാർ സേവനങ്ങൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പുറത്തിറക്കിയ ഏകീകൃത മൊബൈൽ ആപ്പ്. ഉത്തരം നമ്മുടെ കേരളം. ചോദ്യം 194. വനിതാ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഡൽഹിയിൽ ആരംഭിക്കുന്ന വനിതകൾ മാത്രം ഓടിക്കുന്ന ഇലക്ട്രിക് ഇരുചക്ര ടാക്സി പദ്ധതി. ഉത്തരം ഈ ബൈക്ക് ദീദി. ചോദ്യം 195. സംസ്ഥാന സർക്കാരിന്റെ വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസി. ഉത്തരം ക്വെൽ. ചോദ്യം 196. കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങിയ കുട്ടികൾക്ക് കരുതലൊരുക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി. ഉത്തരം കാവൽ പദ്ധതി. ചോദ്യം 197. ഇന്ത്യയുടെ സ്വന്തം GPS സംവിധാനമായ നാവിക് ശൃംഖലയുടെ ഭാഗമായി വിക്ഷേപിച്ച പുതുതലമുറ നാവിഗേഷൻ ഉപഗ്രഹം. ഉത്തരം NVS 02. ചോദ്യം 198. 2026 ഫെബ്രുവരിയിൽ വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസിന്റെ 4ാമത് എഡിഷന് വേദിയാകുന്നത്. ഉത്തരം ഗോവ. ചോദ്യം 199. കൈറ്റ് വികസിപ്പിച്ചെടുത്ത തമിഴ്, കന്നഡ ഭാഷകളിലെ വിദ്യാഭ്യാസ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്തിയ ആഗോള സ്വതന്ത്ര വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ. ഉത്തരം Gcomprise. ചോദ്യം 200. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ബോട്ടുകൾക്കും ഏജന്റുകൾക്കും പരസ്പരം സംവദിക്കാൻ വേണ്ടി മാത്രമായി ആരംഭിച്ച പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഉത്തരം മോൾട്ട്ബോക്ക്. ചോദ്യം 201. 2026 ഫെബ്രുവരിയിൽ അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ സേന തുടങ്ങിയ സൈനിക നീക്കം. ഉത്തരം ഓപ്പറേഷൻ ഗസബ്-ലിൽ ഹഖ്. ചോദ്യം 202. 2026 ദേശീയ ശാസ്ത്രദിനം. ഉത്തരം ഫെബ്രുവരി 28. വിമൻ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത് ഭാരത്. ചോദ്യം 203. US കമ്പനിയായ മൈക്രോൺ ടെക്നോളജിയുടെ കീഴിൽ
ഇന്ത്യയിലെ ആദ്യത്തെ സെമികണ്ടക്ടർ ATMP അസംബ്ലി, ടെസ്റ്റിംഗ്, മാർക്കിംഗ് ആൻഡ് പാക്കേജിംഗ് പ്ലാന്റ് സ്ഥാപിതമായത്? ഉത്തരം സാനന്ദ്, ഗുജറാത്ത്. ചോദ്യം 204. അടുത്തിടെ അന്തരിച്ച പ്രമുഖ സോഷ്യോളജിസ്റ്റും എഴുത്തുകാരനും അധ്യാപകനുമായ വ്യക്തി? ഉത്തരം പ്രൊഫസർ TK ഉമ്മൻ. ചോദ്യം 205. കേരളത്തിലെ ആദ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിതമായത്? ഉത്തരം ബ്രഹ്മപുരം, എറണാകുളം. ചോദ്യം 206. പശ്ചിമതീര കനാൽ പദ്ധതിയിലെ ആക്കുളം ചേറ്റുവ ജലപാതയിലുള്ള ചരിത്രപ്രധാനമായ തുരങ്കം? ഉത്തരം ചിലക്കൂർ തുരങ്കം, വർക്കല. ചോദ്യം 207. താളിയോല ഗവേഷണങ്ങൾക്കായി ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വന്നത്? ഉത്തരം തിരുവനന്തപുരം. ചോദ്യം 208. 2026 ഫെബ്രുവരിയിൽ ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പദവി കൈവരിച്ച കേരളത്തിലെ നഗരസഭ? ഉത്തരം വർക്കല, തിരുവനന്തപുരം. ചോദ്യം 209. തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ ഹെലികോപ്റ്ററിൽ സഹപൈലറ്റാകുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി? ഉത്തരം ദ്രൗപദി മുർമു. രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ലൈറ്റ് കോംപാക്ട് ഹെലികോപ്റ്ററായ LCH പ്രചണ്ഡിലാണ് യാത്ര ചെയ്തത്. ഫെബ്രുവരി മാസത്തെ മുഴുവൻ പ്രധാന സംഭവങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു.